ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മത്തായി സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ക്രിസ്തുനാഥൻ്റെ ഏറ്റവും മനോഹരമായൊരു വാക്കിലൂടെയാണ്. നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഇത് തിരിച്ചും പറയാം, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിപ്പിക്കണം. കാരണം അതാണ് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായി തീരുന്നത്. എന്തായിരുന്നു ഫരിസേയരുടെയും നിയമജ്ഞരുടെയും പ്രശ്നം? അത് നിയമത്തിൽ മാത്രം അധിഷ്ഠിതമുള്ള ഒരു ജീവിത സാഹചര്യമായിരുന്നു. ബന്ധങ്ങളിൽ പോലും നിയമമാണ് മാനദണ്ഡം. പക്ഷേ ക്രിസ്തു അതിനെല്ലാത്തിനെയും മാറ്റിമറിച്ചു. നിയമത്തിനേക്കാളും അപ്പുറം സ്നേഹത്തിന് ജീവിതത്തിൽ ഭാഗമുണ്ടെന്നും അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഇടയിൽ സ്നേഹമാണ് വർദ്ധിക്കേണ്ടതെന്നും പുതിയ നിയമത്തിൽ ക്രിസ്തു പുതിയൊരു പാഠം ഏവർക്കും നൽകി. അങ്ങനെ കൊല്ലുന്നവൻ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്ന ഒരു നിയമത്തിൻ്റെ സാധ്യതയ്ക്കിടയിൽ ക്രിസ്തു പറഞ്ഞു, കോപിക്കുന്നവൻ തന്നെ ആ സഹോദരനെതിരെ തെറ്റ് ചെയ്തു കഴിഞ്ഞു. വിഡ്ഢിയെന്നും ഘോഷ എന്നും വിളിക്കുന്നവൻ സഹോദരനെതിരെ പാപം ചെയ്തു. ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പോലും ആരെയും വേദനിപ്പിക്കാത്തൊരു ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമെന്ന് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുകയാണ്. സ്നേഹത്തിന് നിരക്കാത്തതെല്ലാം ക്രിസ്തുവിന് എതിരാണ്. സ്നേഹത്തിന് നിരക്കുന്നത് മാത്രമാണ് ക്രിസ്തുവിന് ചേർന്നത്. എന്ത് ചെയ്യുമ്പോഴും ഉള്ളിൽ സ്നേഹമുണ്ടാകണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ പകുതിയാകുമ്പോൾ ക്രിസ്തുനാഥൻ പറയും, നിങ്ങളുടെ സഹോദരന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളോടുള്ളതായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കാഴ്ചവസ്തു അവിടെ വച്ചിട്ട് പോയി സഹോദരനുമായി രമ്യപ്പെട്ടിട്ട് വേണം നിങ്ങൾ വന്ന് ബലിയർപ്പിക്കാൻ. നിങ്ങൾക്ക് സഹോദരനുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നതല്ല പ്രശ്നം. സഹോദരന് നിങ്ങളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതാണ് ക്രിസ്തുവിന് ശ്രേഷ്ഠമായ ബലി. സഹോദരനും സഹോദരനും തമ്മിൽ അകൽച്ച വച്ചിട്ട് ദൈവത്തിന് ബലിയർപ്പിക്കാൻ വന്നാൽ അത് സ്വീകാര്യമായ ബലിയായി മാറില്ല. അത് അകൽച്ചയുടെ ഇടമായിരിക്കും. കർത്താവിന് സ്വീകാര്യമായ ഒരു ബലിയർപ്പിക്കാൻ സഹോദരനുമായുള്ള സ്നേഹബന്ധം ഒരു മാനദണ്ഡമാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരിക്കലും സ്നേഹത്തിന് നിരക്കാത്ത ഒന്നും ജീവിതത്തിലുണ്ടാകരുതെന്ന് ക്രിസ്തു ആവശ്യപ്പെടുമ്പോൾ അതെല്ലാം പിതാവായ ദൈവവുമായുള്ള ബന്ധത്തിന് അടിസ്ഥാനമാണ് എന്ന് സുവിശേഷം അറിയിക്കുന്നുണ്ട്. നമ്മളൊക്കെ തപസ്സുകാലത്തിലാണ്. ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന 40 ദിവസത്തിൻ്റെ കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും. ഈ 40 ദിവസത്തിനിടയിൽ സ്നേഹത്തിന് നിരക്കാത്ത ഒന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. അതാണ് ക്രിസ്തുവിന് നിരക്കുള്ള ജീവിതം. ക്രിസ്തുവിന് ചേർന്നൊരു ജീവിതം ജീവിക്കുവാൻ ഈ തപസ്സുകാലം നമുക്ക് സഹായകമാകട്ടെ. ഏവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ.